ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞു പിള്ളേർക്ക് വയ്ക്കാൻ പറ്റുന്ന ടിക് ടാക് ക്ലിപ്പാണ്. സ്ട്രോബെറി തീമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സ്ട്രോബെറി തീമിലുള്ള ഈ ടിക് ടാക് ക്ലിപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വയ്ക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. സിംഗിൾ ക്രോഷ്യ മാത്രം യൂസ് ചെയ്താണ് ഈ ടിക് ടാക് ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി ടിക് ടാക് ക്ലിപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. സ്ട്രോബെറി ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട യാൺസ് ലൈറ്റ് ഗ്രീൻ കളർ യാൺ വേണം. ഈ ലൈറ്റ് ഗ്രീൻ കളർ യാൺ 4 പ്ലൈ കോട്ടൺ യാൺ ആണ്. റെഡ് കളർ യാൺ 3 പ്ലൈ അക്രലിക് യാൺ ആണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ യാൺ ആൻഡ് ഗ്രീൻ കളർ യാൺ. ഈ ഗ്രീൻ കളർ യാണും അക്രലിക് യാൺ ആണ് എടുത്തിരിക്കുന്നത്. ഈ റെഡ് ആൻഡ് ഗ്രീൻ 3 പ്ലൈ അക്രലിക് യാൺ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വൈറ്റ് കളർ യാൺ വേണം. വൈറ്റ് കളർ യാൺ കോട്ടൺ യാൺ ആണ് എടുത്തിരിക്കുന്നത്. 4 പ്ലൈ കോട്ടൺ യാൺ ആണ്. നെക്സ്റ്റ് വേണ്ടത് ഹുക്ക്. 2 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സിസർ, നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കർ, നെക്സ്റ്റ് ടിക് ടാക് ക്ലിപ്പ്. ഇതുപോലത്തെ ടിക് ടാക് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈബർ വേണം. ലാസ്റ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ ഫെൽറ്റ് പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ടിക് ടാക് ക്ലിപ്പ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് 13 ചെയിൻ സ്റ്റിച്ച് 13 ചെയിൻ സ്റ്റിച്ച് ഇടണം. 1 2 3 4 5 6 7 8 9 10 11 12 13 ചെയിൻ സ്റ്റിച്ച് ഇടണം. 13 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ചിനെ ഇങ്ങനെ ടേൺ ചെയ്യണം. ബാക്ക് സൈഡിലുള്ള ഈ ബമ്പിലാണ് ഇനി നെക്സ്റ്റ് സ്റ്റിച്ചസ് ഇടാൻ പോകുന്നത്. ബാക്ക് സൈഡിൽ കാണുന്ന ഈ ബമ്പിലാണ് സ്റ്റിച്ചസ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ബാക്കിൽ സ്റ്റിച്ചസ് ഇട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ ആണ്. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. സെക്കൻഡ് സ്റ്റിച്ചിനുള്ളിൽ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ 2 സിംഗിൾ ക്രോഷ്യ. 1 2 2 mm സൈസ് ഹുക്ക് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റും. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 10 ചെയിൻ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. 1 2 3 4 10 ചെയിൻ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം നമുക്ക്. അപ്പോൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി 6 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്തിട്ട് കാണാം. 10 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ 13 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 10 ചെയിൻ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തത്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്.
സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. One, 2, 3. സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്തിട്ട് ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അതായത് നമ്മൾ പ്രീവിയസ് റൗണ്ടിലെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ഇവിടുത്തെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഈ ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ഇടാൻ പാടില്ല. എപ്പോഴും ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. ഈ സ്റ്റിച്ചിൽ ഈ ഫസ്റ്റ് വരുന്ന ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ഇടണോ വേണ്ടേ എന്നുള്ളത്. ഈ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ഇടാൻ പാടില്ല. സ്റ്റിച്ച് ഇടുവാണെങ്കിൽ കൗണ്ട് തെറ്റും, കറക്റ്റ് ഷേപ്പായിട്ട് വരില്ല. അപ്പോൾ അതോടെ ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇനി സ്റ്റിച്ച് ഇടണ്ട. ഈ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് 10 സിംഗിൾ ക്രോഷ്യേസ് വേണം ചെയ്യേണ്ടത്. One, 2, 3, 4, ടോട്ടലായിട്ട് 10 സ്റ്റിച്ചസ് ഇട്ടിട്ട് നമുക്ക് കാണാം. 4 സ്റ്റിച്ചസ് ഇട്ടു, ഇനി 6 സ്റ്റിച്ചസ് കൂടെ ഇട്ട് ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം. 10 സ്റ്റിച്ചസ് ഇട്ടു, 10 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. കാരണം നമ്മൾ നേരത്തെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഈ കോർണറിൽ 3 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തത്. ഈ കോർണറിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്ത് മതി. 1 സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടലായിട്ട് 26 സിംഗിൾ ക്രോഷ്യ ആണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാൻ. 1, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. സ്റ്റിച്ച് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യയിൽ 2 സ്റ്റിച്ചസ് വേണം ഇടാനായിട്ട്. 1, 2. ഫസ്റ്റ് 2 സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. 1, 1, 2, 3, 10 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് കോർണർ എത്തുമ്പോൾ കാണാം. 10 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് 3 സ്റ്റിച്ചസ് 1, 2, 3. ഈ 3 സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. 3 സ്റ്റിച്ചസിൽ 2 സിംഗിൾ ക്രോഷ്യ. 1, 2,
2, 3. ഫസ്റ്റ് കോർണർ എത്തുമ്പോൾ സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രൂഷ്യ ഇടുന്നത്. ഫസ്റ്റ് കോർണറിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തു, 3 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്, ഇൻക്രീസ് ചെയ്യേണ്ട. 1, 2, 3, 4, 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് നമുക്ക് കാണാം. 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്, സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ്. അപ്പോൾ ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രൂഷ്യ വേണം ചെയ്യാനായിട്ട്. One, 2. സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രൂഷ്യ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് 32 സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് തേർഡ് റൗണ്ട് സ്റ്റിച്ച് മാർക്കറിനെ മാറ്റിയിട്ട് തേർഡ് റൗണ്ടിൽ നെക്സ്റ്റ് 4 സ്റ്റിച്ചസിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ 2 സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. 1, 2. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം, സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ്. 2. തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിൽ 1, 2. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം. 1, 2. നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ മാത്രം ചെയ്താൽ മതി. 1, 2, 3, 4. 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് കോർണർ എത്തുമ്പോൾ കാണാം. 10 സിംഗിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞു. തേർഡ് റൗണ്ടിൽ 10 സിംഗിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ 6 സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യണം. 1, ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുന്നു. 1, 2. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുവാണ്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുവാണ്. 1, 2 mm ഹുക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചസ് ഒക്കെ വളരെ ചെറുതായിരിക്കും, അപ്പോൾ കൗണ്ട് തെറ്റാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന്. അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റിച്ച് ഉണ്ട്, അത് സ്കിപ്പ് ചെയ്യരുത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം സ്റ്റിച്ചസ് ഇടാനായിട്ട്. 2 സ്റ്റിച്ചസ് ഇട്ടു. ഇനി തേർഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുന്നു. 1, 2. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുന്നു. 1, 2.
2. Next, 5th stitch. 1, 2. Next, 6th stitch. Increase ചെയ്യണം. 1, 2. നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ ഇപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസിൽ ഇൻക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് സെക്കൻഡ് കോർണർ എത്തുമ്പോൾ കാണാം. തേർഡ് റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ചസിലും കൂടി സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യാം. One, 2. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് റൗണ്ടോടെ സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് റൗണ്ടിനെ ക്ലോസ് ചെയ്യാം. ചെയിൻ 1, കുറച്ച് യാണ് വിട്ട് കട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. യാണ്ണ വലിച്ച് പുറത്തെടുക്കുക. യാണ്ണ വലിച്ച് പുറത്തെടുത്തിട്ട് യാൺ നീഡിൽ യൂസ് ചെയ്ത് യാണിനെ നമുക്ക് സെക്യൂർ ചെയ്യാം. യാൺ നീഡിൽ എടുത്തിട്ട് യാണിനെ കോർക്കണം. യാണിനെ കോർത്തിട്ട് നമുക്കിവിടെ സെക്യൂർ ചെയ്ത് വയ്ക്കാം. ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ക്ലിപ്പിന്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്ട്രോബെറി ചെയ്യുന്നതും സെപ്പൽസ് ചെയ്യുന്നതും ഗ്ലൂ ചെയ്യുന്നതൊക്കെ നോക്കാം. വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.